സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ അതിപരിശുദ്ധ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. കർത്താവേ, ഇന്നീ നിമിഷത്തിൽ നിന്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ നടക്കുവാൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് നിന്റെ സത്യത്തിൽ ഉറച്ചു നിർത്തണമേ. പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം ഞങ്ങളിലേക്ക് നിറയട്ടെ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ ധ്യാന വചനമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇയ്യോബിന്റെ പുസ്തകം 11-ാം അധ്യായം 14-15 വാക്യങ്ങളാണ്. ഇവിടെ ഇപ്രകാരം നാം കാണുന്നു: നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്, അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖമുയർത്തും. നീ ഉറച്ചു നിൽക്കും, ഭയപ്പെടുകയില്ല. അതെ, നീ കഷ്ടത മറക്കും. ആമേൻ. ഹല്ലേലൂയ. ഈ തിരുവചനം ആദ്യം നമ്മോട് പറയുന്നത് നീതികേടിനെ വിട്ടുമാറുക എന്നാണ്. ഈ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു: നീതികേടിനെ വിട്ടുമാറുക. നീതികേടെന്നത് വലിയ പാപങ്ങൾ മാത്രമല്ല, ചെറിയ കള്ളങ്ങൾ, മറച്ചുവെക്കൽ, ദോഷകരമായ ചിന്തകൾ, ഇവയെല്ലാം നീതികേടുകൾ തന്നെയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നു ഇതൊരു ചെറിയ കാര്യമാണ് എന്നാണ്. പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പാപം ചെറിയതോ വലിയതോ എന്നില്ല. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ അനീതികളെയും തമ്പുരാനെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ, ഞങ്ങളുടെ പൊന്നു കർത്താവേ. രണ്ടാമതായി ഈ ധ്യാനവാക്യത്തിൽ പറയുന്നത് കൂടാരങ്ങളിൽ പാർപ്പിക്കരുതോ എന്നാണ്. ഇവിടെ കൂടാരം എന്നത് നമ്മുടെ ജീവിതത്തെ പ്രതിനിധാനം ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കുടുംബം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സ്വകാര്യ ജീവിതം. ദൈവം പറയുന്നത് പാപത്തെ നാം താമസക്കാരനാക്കരുത് എന്നാണ്. നമ്മിൽ ചിലർ പാപത്തോട് പോരാടുന്നില്ല, അത് പലപ്പോഴും സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. കോപം, അസൂയ, ദേഷ്യം, അഹങ്കാരം, ഇവ നമ്മുടെ അകത്തു താമസിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ കുറഞ്ഞു പോകുന്നു. കർത്താവേ, ഞങ്ങളുടെ കൂടാരങ്ങളിൽ നിന്റെ പരിശുദ്ധി മാത്രം തമ്പുരാനെ പാർക്കുവാൻ സംഗതിയാകട്ടെ. മൂന്നാമതായി ഇവിടെ പറയുന്നത് മുഖമുയർത്തുന്ന ജീവിതത്തെ കുറിച്ചാണ്. ദൈവം വാഗ്ദാനം ചെയ്യുകയാണ് ഇവിടെ: നീ കളങ്കം കൂടാതെ മുഖമുയർത്തുമെന്ന്. എന്താണ് ഇതിൻ്റെ ആത്മീയ അർത്ഥം? ഇതിൻ്റെ അർത്ഥം കുറ്റബോധമില്ലാത്ത ഒരു മനസ്സ്, ദൈവത്തിൻ്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ, ആത്മവിശ്വാസത്തോടെ ദൈവത്തിന് മുൻപിൽ നിൽക്കുവാനുള്ള ഒരു മനസ്സ്. പാപം അത് നമ്മെ താഴ്ത്തുന്ന ഒന്നാണ്. തല ഉയർത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ നീതിമാർഗം നമ്മെ ഉയർത്തുന്ന ഒന്നാണ്. അത് നമ്മുടെ തല ഉയർത്തിപ്പിടിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ്. പ്രിയ ദൈവമക്കളെ, ഇവിടെ വലിയ ഒരു ആത്മീയ സത്യമുണ്ട്: ജീവിത വിശുദ്ധി. അത് നമുക്ക് എക്കാലവും ധൈര്യം നൽകുന്ന ഒന്നാണ്. പ്രിയ ദൈവമക്കളെ, നാലാമതായി നാം ഇവിടെ കാണുന്നത് ഉറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസത്തെയാണ്. നീ ഉറച്ചു നിൽക്കും, ഭയപ്പെടുകയില്ല എന്നാണ്. ഈ ലോകം അനിശ്ചിതമാണ്, പക്ഷേ ദൈവത്തിൽ തന്നെ അടിയുയർച്ച് നിൽക്കുന്നവർ പാറ പോലെ ഉറച്ചവരാണ്. അത് വലിയ കൊടുങ്കാറ്റ് വന്നാലും, എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും, പ്രശ്നങ്ങൾ വന്നാലും, പ്രതിസന്ധികൾ വന്നാലും, വിമർശനങ്ങൾ ഉണ്ടായാലും ദൈവത്തിൻ്റെ മക്കൾ വീഴുകയില്ല,
പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. അഞ്ചാമതായി, കഷ്ടത മറക്കുന്ന ഒരു അനുഗ്രഹം നിന്നെയും എന്നെയും കാത്തിരിക്കുന്നുണ്ട് പ്രിയ ദൈവമക്കളെ. നീ കഷ്ടത മറക്കും എന്നാണ് ഈ വചനം നമ്മോട് പറയുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തെ മാറ്റുമ്പോൾ നമ്മുടെ ആ പഴയ വേദനകൾക്ക് ശക്തി കുറയും, മുറിവുകൾ സുഖപ്പെടും, കണ്ണുനീർ സന്തോഷമായി മാറും. ദൈവത്തിൽ പുതുജീവിതം നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും പ്രിയ ദൈവ പൈതൽ. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ഞങ്ങളുടെ കർത്താവേ, ഈ വചനത്തിലൂടെ ഞങ്ങളെ സ്പർശിച്ചതിനായിട്ട് നിന്നോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ള എല്ലാ അനീതികളെയും തമ്പുരാനെ ഇന്ന് നീ തുടച്ചു നീക്കണമേ. ഞങ്ങൾ ശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ തമ്പുരാനെ ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, ധൈര്യം നൽകണമേ. ഞങ്ങളുടെ മുഖമുയർത്തുവാനും ഉറച്ചു നിൽക്കുവാനും ഭയമില്ലാതെ ജീവിക്കുവാനും ഞങ്ങളെ തമ്പുരാനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.